ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് എൻ്റെ ഇന്ത്യയിൽ കൊണ്ടുപോകാനുള്ള പെട്ടിയാണ്. ഇതാണ് എൻ്റെ ഇവിടെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം. അപ്പോൾ ഇത് ഞാൻ പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് ഒരു 2 മാസത്തെ ട്രിപ്പിന് ഞാൻ എന്തൊക്കെയാണ് പാക്ക് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ക്ലീൻ ചെയ്യണം. ഈ ഒരു റൂം ഞാൻ ഇന്ത്യയിൽ പോണേക്കെ മുന്നായിട്ട് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഓർഗനൈസ്ഡ് ആക്കണം എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാൻ കേട്ടോ. പിന്നെ നമുക്ക് രസമുണ്ട്. ഇത് ആന്ധ്ര സ്റ്റൈൽ രസം. ഒരു സിനിമ ഇടും, നല്ല ഏതെങ്കിലും കാണാൻ ഇഷ്ടപ്പെട്ട ഒരു സിനിമ, എന്നിട്ട് ആ സിനിമയും കണ്ടുകൊണ്ട് ഈ ഡ്രോ മുഴുവൻ ഒതുക്കും. അപ്പോൾ നമുക്ക് നോക്കാം. എനിക്ക് അറിഞ്ഞൂടാ ഇത് മുഴുവൻ ഇന്ന് തീരുമെന്നുള്ളത്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സൺഡേ ആട്ടോ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രെഡ് ഞാൻ ടോസ്റ്റ് ചെയ്തു, പിന്നെ അതിൽ ഇത്തിരി ഹണി ഒഴിച്ചതുണ്ട്, പിന്നെ ഒരു മുട്ട പുഴുങ്ങിയുണ്ട്, ഒരു പകുതി അവക്കാഡോ. ഇത് അത്ര ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. പിന്നെ ടുട്ട് ദേ ഇവിടെ ഉണ്ട്, പിന്നെ ചന്ദ്രപ്പി ദേ ഇവിടെ ഉണ്ട്. ഇവരുടെയൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. നമ്മൾ അടുത്ത് തന്നെ ഇന്ത്യയിൽ പോകും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ പോണേ മുന്നേ കുറച്ചൊന്ന് വെയിറ്റ് കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പിന്നെ ഇത് ഭയങ്കര എളുപ്പമായി ഉണ്ടാക്കാനായിട്ട്, അതുകൊണ്ടും നമ്മളുടെ ഉച്ചക്കലത്തേക്കുള്ള കുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് സെറ്റായി വരുന്നു. ഇവിടെ 9:30 സമയമുണ്ട്. നമ്മൾ 9:30 ആയപ്പോഴേക്കും ഇന്നത്തെ ഫുൾ കുക്കിംഗ് ചെയ്തത് ചന്ദ്രപ്പിയാണ്. അപ്പോൾ ചന്ദ്രപ്പി ഓൾറെഡി രസം ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ചോറിടും, പിന്നെ നമ്മൾ പോത്തിറച്ചി വിത്ത് തേങ്ങാക്കൊത്തിൻ്റെ പരിപാടികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ ടാസ്ക് കുക്കിംഗ് അല്ല. എൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വലിയ ടാസ്ക്കാണ്. ആക്ച്വലി നമ്മൾ ഡിസംബറിൽ നമ്മൾ ഇന്ത്യയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ ഒരു എന്താ പറയുക റൂം ഭയങ്കര മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. അത് കുറേ ഒരാഴ്ചയായിട്ട് ഞാനിങ്ങനെ അടക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ പരിപാടികളാണ്. പിന്നെ എനിക്ക് പെട്ടി പാക്ക് ചെയ്യാൻ തുടങ്ങണം. അതൊക്കെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ റൂം കണ്ടാൽ ഞെട്ടിപ്പോവും. ആ കോലത്തിലാണ് കിടക്കുന്നത്. നമുക്ക് ഞാനൊരു ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കപ്പോൾ കുറച്ച് സമയമുള്ളൂ കേട്ടോ. ഇന്ത്യയിൽ പോകാനായിട്ട് എക്സൈറ്റഡ് ആണ്. ഞാനിപ്പോൾ 2 വർഷമായിട്ടുണ്ടാവും ഇന്ത്യയിൽ പോയിട്ട്. പിന്നെ ഞാൻ എൻ്റെ ഫോൺ മാറ്റി എൻ്റെ പുതിയ ഫോണിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ 16 Pro വാങ്ങിച്ചു ആഫ്റ്റർ 3 വർഷത്തിന് ശേഷം. പഴയ ഫോണിൽ ആ കൂടി ഒരു ലിമിറ്റേഷൻ, നമ്മൾ ലോ ലൈറ്റിങ്ങിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര ഗ്രെയിൻ വരുമായിരുന്നു. അതേ ഒരേ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്റ്റോറേജ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചത് 1 TB ആണ്. അപ്പോൾ നമുക്ക് ഈ ഫോണിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ ആയിരിക്കും. ആണ് എൻ്റെ റൂം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങളെ റൂം. അപ്പോൾ ഈ ഡ്രോസിലൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട സംഭവങ്ങൾ. ഇതൊക്കെ എൻ്റെ ക്ലോത്ത്സ്. ആക്ച്വലി ഒരെണ്ണം ഒന്ന് മാറി കഴിഞ്ഞാൽ എല്ലാവിധം കൊളാവും. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഫുൾ ഡ്രോകൾ മുഴുവൻ ക്ലീൻ ചെയ്യലാണ്. ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. അപ്പോൾ ഇത് മുഴുവൻ ക്ലീൻ ചെയ്യണം. എൻ്റെ കമ്മൽ സ്റ്റാൻഡ്സൊക്കെ ക്ലീൻ ചെയ്യണം. ഈ ഒരു റൂം ഞാൻ ഇന്ത്യയിൽ പോണേക്കെ മുന്നായിട്ട് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഓർഗനൈസ്ഡ് ആക്കണം എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാൻ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. എനിക്ക് അറിഞ്ഞൂടാ ഇത് മുഴുവൻ ഇന്ന് തീരുമെന്നുള്ളത്. അത്ര അധികം ഉണ്ട് എനിക്ക് ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് പെട്ടിയും പാക്കിങ് കഴിക്കണം. അതറിഞ്ഞൂടാ അത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സോ നമുക്ക് തുടങ്ങിയാലോ. ഇങ്ങനെ ഓരോ ഡ്രോ ആയിട്ട് എടുക്കുക, എന്നിട്ട് അതെല്ലാം കൂടി ക്ലീൻ ചെയ്യുക, എന്നിട്ട് ഓർഗനൈസ് ചെയ്യുക കേട്ടോ. മാസത്തിൽ ഒരു 2-3 തവണയെങ്കിലും എനിക്ക് അടക്കൽ ഒതുക്കൽ ചെയ്യേണ്ടി വരും. കാരണം ഏതെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സ് എടുക്കുമ്പോഴേക്കും ആ ഒരു ഡ്രോൻ്റെ ഒരു കള്ളി മുഴുവൻ കൊളായിട്ടുണ്ടാവും. പിന്നെ ഞാൻ വിചാരിക്കും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാന്ന്. പക്ഷേ എപ്പോഴും അടക്കി ഒതുക്കി വെച്ചിട്ടുള്ള റൂമിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു നല്ല സമാധാനമാണ്.
കുറച്ചൊക്കെ റൂം വൃത്തികേടായി തുടങ്ങുമ്പോഴേക്കും എൻ്റെ മനസ്സിൻ്റെ സമാധാനമൊക്കെ പോവും. പിന്നെ ഏത് എവിടെ ഇരിക്കുന്നു എന്നുള്ളതൊന്നും അറിയാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഒതുക്കൽ പ്രോസസ്സ് എല്ലാവരും ചെയ്യുന്നത് വളരെ നല്ലതാണ്. യൂഷ്വലി സൺഡേ ദിവസങ്ങളിൽ നമ്മൾ പുറത്തേ പോകാറില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ ഇടും, നല്ല ഏതെങ്കിലും കാണാൻ ഇഷ്ടപ്പെട്ട ഒരു സിനിമ, എന്നിട്ട് ആ സിനിമയും കണ്ടുകൊണ്ട് ഈ ഡ്രോ മുഴുവൻ ഒതുക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു, ഹാങ്ങറുള്ളതൊക്കെ അതുപോലെ തന്നെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലും ഇതാ ഹാങ്ങറിലുള്ളതൊക്കെ അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷെ മോൾ ഭാഗത്തു നിന്നുള്ളതൊക്കെ എടുത്തു. അപ്പോൾ എല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഇതാ ഒതുക്കാനായിട്ട് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഒരു ലോഡ് ഉണ്ട്. അതിൽ കുറേ സാരികളുണ്ട്, എത്നിക് ഉണ്ട്, വെസ്റ്റേൺ ഉണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ ഫുൾ ഡ്രോയിലുള്ള എല്ലാ ക്ലോത്ത്സും ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ ഇനി എനിക്ക് മടക്കി ഉണ്ടാക്കണം. അപ്പോൾ ഇന്നെൻ്റെ സൺഡേ ഇതിലാട്ടോ എൻ്റെ പരിപാടി മുഴുവൻ. നമ്മൾ 2018 തൊട്ട് നമ്മളിവിടെ ദക്ഷിണാഫ്രിക്കയിൽ താമസിക്കണമെങ്കിലും നമ്മുടെ വീട്ടിൽ ഇതുവരെയായിട്ട് ഒരു മെയ്ഡില്ല കേട്ടോ. ഞാനും ചന്ദ്രനും ഒരുമിച്ചാണ് ഈ എല്ലാവിധ വൃത്തിയാക്കൽ, ഒതുക്കൽ ഇതെല്ലാം ചെയ്യുക. സൺഡേ ദിവസങ്ങളിൽ അതുതന്നെ നമ്മൾ പുറത്തു പോകാറില്ല. ഇപ്പോൾ ഈ ഒരു മാറ്റ്, ഞാൻ തുണിയിട്ടാണ് മാറ്റ് മുഴുവൻ ആദ്യം അടിച്ച് തുടച്ചതിന് ശേഷം, അത് ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ തുണി മടക്കാൻ ഇടുന്നത്. ഈ മടക്കുമ്പോൾ ഞാൻ പാൻറ്റുകൾ സെപ്പറേറ്റ്, ട്രഡീഷണൽ വെയർ സെപ്പറേറ്റ്, സാരികൾ സെപ്പറേറ്റ്, ടീഷർട്ട് സെപ്പറേറ്റ്, കുർത്തകൾ സെപ്പറേറ്റ്, അങ്ങനെ ആക്കി മടക്കി വെക്കും. അപ്പോൾ എൻ്റെ പകുതി മാത്രം ഒതുക്കി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരു ലോഡ് ഒതുക്കാനുണ്ട്. എനിക്കങ്ങനെ വിശന്നിട്ട് കഴിയാം. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ ചോറുണ്ട്, പിന്നെ നമുക്ക് രസമുണ്ട്. ഇത് ആന്ധ്ര സ്റ്റൈൽ രസം കേട്ടോ, കാരണം ഇത് ചന്ദ്രപ്പുഴ ഫ്രഷാണ്. പിന്നെ നമുക്ക് ഇതുമുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് വേണം മടക്കി എനിക്ക് വയ്യാണ്ടായി സത്യം പറഞ്ഞു. കാലത്ത് ഒരു 10 മണിക്ക് തുടങ്ങി ഏകദേശം ഒരു മൂവി ഓൾമോസ്റ്റ് തീരാറായപ്പോഴേക്കും ഒരു പകുതിയോളം മടക്കി തീർന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും മടക്കൽ തുടങ്ങി ഞാൻ. ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഞാൻ പൊതുവേ ചന്ദ്രപ്പിയുടെ ഹെൽപ്പ് ചോദിക്കാറില്ല. പക്ഷെ സാരി മടക്കാൻ മാത്രം ചന്ദ്രപ്പി എന്നെ സഹായിക്കും. ഇതൊക്കെ പിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ചവിട്ട് കിട്ടും. ചന്ദ്രപ്പി എന്നെ ചവിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അയ്യോ, അങ്ങനെ ഒരു കണക്കിന് എൻ്റെ ഒതുക്കി തീർന്നു. ഇത് മുഴുവൻ ഞാൻ മടക്കി ഉണ്ടാക്കി. എൻ്റെ അമ്മേ, എല്ലാം ഓരോ കാറ്റഗറി ആയിട്ട് ജീൻസ്, വീട്ടിലിടുന്നത്, പുറത്തിട്ട ഡ്രസ്സ്, ടോപ്പ് എന്ന് പറഞ്ഞിട്ട് എല്ലാം ഒതുക്കിയിട്ടുണ്ട്. ഇനി ഇത് വാർഡ്രോബിൽ കയറ്റണം. എനിക്കിപ്പോൾ തന്നെ ഉണ്ടല്ലോ, ഒന്ന് കിടന്നാൽ മതി. എൻ്റെ അമ്മേ, ഞാൻ മടക്കി തീർത്തു. ഇനി ഇത് കബേർഡിലേക്ക് കയറ്റി വെക്കണം. നമ്മൾ ആദ്യം വിചാരിക്കും നമ്മളുടെ മടക്കലാണ് ഏറ്റവും വലിയ പണിയെന്ന്. മടക്കി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇനി ഇത് കബേർഡിൻ്റെ ഉള്ളിൽ വെച്ച് ഒന്ന് ഒതുക്കലാണ്. എൻ്റെ അമ്മോ, ഇനി ആ പണി നമുക്ക് തുടങ്ങണം. അങ്ങനെ ഒരു 4 മണിയോട് കൂടി നമ്മളുടെ കബേർഡിൻ്റെ ഉള്ളിൽ ഞാൻ എല്ലാം കയറ്റി വെച്ചു. ഇവിടുത്തെ കബേർഡുകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ കോളങ്ങളും പിന്നെ ഹാങ് ചെയ്യുന്നതാണ് കൂടുതലും. അപ്പോൾ കൂടുതൽ ഹാങ്ങർ ഇല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ഈ സാധനങ്ങൾ വെക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ പൊതുവേ ഞാൻ എൻ്റെ ജാക്കറ്റ്സ്, ബ്ലേസേഴ്സ്, ഉടുപ്പുകളൊക്കെ ഹാങ്ങറിലിട്ട് ഹാങ് ചെയ്യും. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ മുകളിൽ കയറ്റി വെക്കും. അങ്ങനെ ഇതെല്ലാം അത് ഞാൻ ക്ലീൻ ചെയ്തു. അങ്ങനെ കാലത്ത് തുടങ്ങിയിട്ട് ഇപ്പം എൻ്റെ അടക്കി ഒതുക്കി കഴിഞ്ഞു. എല്ലാം ഞാൻ മാറ്റി. ഇനി എനിക്ക് ഇന്ത്യയിൽ പോകുമ്പോഴുള്ള പെട്ടികളാണ് പാക്ക് ചെയ്യാനുള്ളത്. പെട്ടികൾ എടുക്കാനായിട്ട് ചന്ദ്ര പോയിട്ടുണ്ട്. എനിക്കത് എടുത്തുകൊണ്ടിട്ട് നോക്കണം. ഇന്ന് തന്നെ ഫുള്ളാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം നോക്കണം. പക്ഷെ എൻ്റെ ദൈവം, ഇപ്പം എൻ്റെ റൂമുണ്ടല്ലോ ഒരു 3/4 ഭാഗം ഒതുക്കി കഴിഞ്ഞു. ഇനി എൻ്റെ മേക്കപ്പിൻ്റെ ഡ്രോ എനിക്ക് ഒതുക്കാനുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതൊരു പുതിയൊരു ദിവസം കേട്ടോ. കാരണം ഇന്നലെ ഞാൻ എൻ്റെ ഡ്രോയിലുള്ള സാധനങ്ങൾ അടക്കി ഒതുക്കി മടക്കി കബേർഡിൽ വെച്ചപ്പോഴേക്കും ഫുൾ എനർജി പോയി. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് എൻ്റെ ഇന്ത്യയിൽ കൊണ്ടുപോകാനുള്ള പെട്ടിയാണ്. ഇതാണ് എൻ്റെ ഇവിടെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം. അപ്പോൾ ഇത് ഞാൻ പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് ഒരു 2 മാസത്തെ ട്രിപ്പിന് ഞാൻ എന്തൊക്കെയാണ് പാക്ക് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ജീൻസ് എടുക്കുമ്പോൾ ഞാൻ ഒരു പ്ലെയിൻ ജീൻസുകൾ പല കളറിലെടുക്കും. അതാകുമ്പോൾ എനിക്ക് പല പല ടോപ്പിൻ്റെ ഒപ്പം ഇടാൻ പറ്റും. ഇത് കുറച്ച് ദിവസം ഉണ്ട്. നമ്മളപ്പോൾ ഡിസംബറിൽ പോയിട്ട് പിന്നെ ജാനുവരി ാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ കുറച്ച് ദിവസം ഉണ്ട്.
അപ്പോൾ പലതരത്തിലുള്ള ജീൻസ്. ഇപ്പോൾ ഇതെൻ്റെ ടോൺ ജീൻസ് കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടമുള്ളൊരു ജീൻസാണ്. പിന്നെ ഇതെൻ്റെ പ്ലെയിൻ ബ്ലൂ ജീൻസാണ്. പിന്നെ പ്ലെയിൻ ബ്ലാക്ക് ജീൻസ്. പിന്നെ പ്ലെയിൻ ഒരു ബ്ലൂ ജീൻസ്. ഇതാണ് എൻ്റെ 4 ജീൻസ്. ഈ 4 ജീൻസാണ് ഞാൻ എടുക്കുക. പിന്നെ ഞാനൊരു ബ്ലാക്ക് വെൽവെറ്റിൻ്റെ ലെഗിൻ. ഇത് ഞാൻ എപ്പോഴും എടുക്കും. ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ ചുരിദാറിൻ്റെ ഒപ്പമൊക്കെ നമുക്കിത് ഇടാൻ പറ്റും. പിന്നെ ഇത് എൻ്റെ ഈ പ്രാവശ്യം നമ്മൾ ഇന്ത്യയിൽ പോകുമ്പോൾ ഒരു വൈൽഡ് ലൈഫ് സംഭവത്തിന് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സഫാരീൻ്റെ ഇതാണിത്, പാൻറ്. ഇനി എൻ്റെ ഷർട്ടുകളാട്ടോ. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഈ ജീൻസുകളുടെ ഒപ്പം ഷർട്ട് പെയർ ചെയ്യാം. ഇതെൻ്റെ റെഡ് ചെക്ക് ഷർട്ട്. പിന്നെ ഈ ഒരു കളറിലെ ചെക്ക് വേറെ ഷർട്ട്. പിന്നെ ഇത് ഒരു ഫ്ലോറൽ പ്രിൻ്റുള്ള ബ്ലാക്കിൻ്റെ ഒപ്പം ബ്ലൂവിൻ്റെ ഒക്കെ പോകും ഒരു ഷർട്ട്. പിന്നെ പ്ലെയിൻ ബ്ലാക്ക് ഷർട്ട് ഇത്. പിന്നെ ഒരു ഓറഞ്ച് ഷർട്ട്. ഇതൊക്കെയാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്പെഷ്യൽ എന്തെങ്കിലും ഡിന്നറിന് പോകുമ്പോൾ ലഞ്ചിന് പോകുമ്പോൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇടുന്ന ദിവസം ഞാൻ 4 ടോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കളറിലെ നെറ്റിൻ്റെ ഒരു ഡിസൈനുള്ളൊരു ടോപ്പ്, അതുപോലത്തെ തന്നെ ഒരു ഗ്രീൻ ഡിസൈനുള്ളൊരു ടോപ്പ്. പിന്നെ ഇതൊരു ആക്ച്വലി കോട്ടൻ്റെ ഒരു ഗോവ വൈബ്സ് കിട്ടുന്ന പോലത്തെ ഒരു ടോപ്പാണ്. നമ്മൾ ഗോവ പോലത്തെ ഒരു സ്ഥലത്ത് പോകണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ബ്ലൂ ജീൻസിനെയോ ബ്ലാക്ക് ജീൻസിനോ ഒക്കെ പോകണം ഒരു ടോപ്പ്. അപ്പോൾ 5 ഷർട്ട്, 4 നല്ല ടോപ്പ്, 4 ജീൻസ്, ഇത്രയാണ്. പിന്നെയുണ്ട് പിന്നെ നമ്മൾ ഡിസംബറിലാണ് പോണോണ്ട് ഞാൻ എൻ്റെ വൺ ഓഫ് ദ ജാക്കറ്റ്, പിന്നെ ഒരു ഇത് തണുപ്പിനിടുന്ന ഒരെണ്ണം ടീഷർട്ട്, പിന്നെ ഒരു ഡെനിമിൻ്റെ ഒരു ജാക്കറ്റ്. ഇത്രയാണ് ഞാൻ ജാക്കറ്റുകൾ ആയിട്ട് എടുക്കുന്നത്. ഇനി അടുത്തത് ഇതൊരു സ്കർട്ടാണ്, ജീൻസിൻ്റെ സ്കർട്ട്. ഇതെനിക്ക് ഏതിൻ്റെ കൂടെ വേണേലും ഇതെനിക്ക് പെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ഗോവ പോലത്തെ ഒരു സ്ഥലത്ത് പോകണമെന്ന്, അപ്പോൾ അതിന് പറ്റിയൊരു പാവാട കേട്ടോ ഇത്. പിന്നെ ചന്ദ്രയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ യൂഷ്വലി ഞാൻ ജീൻസും കുർത്തയും അങ്ങനെ എന്തെങ്കിലും ഇടുക. അപ്പോൾ അതിന് വേണ്ടി ഒരു ഷോള്, പിന്നെ ഒരു കുർത്ത, പിന്നെ ഒരു പലാസോ കൈൻഡ് ഓഫ് പാൻറ്, പിന്നെ ഒരു പ്ലെയിൻ ബ്ലാക്ക് ലെഗിൻ. കാരണം എന്തിൻ്റെ ഒപ്പം ഇപ്പം അമ്മയുടെ ഒക്കെ എടുത്ത് ഇടുകയാണെങ്കിലും ലെഗിന് ഉള്ളത് നല്ലതാണല്ലോ. പിന്നെ ഒരു പ്ലെയിൻ പലാസോ പാൻസ് ബ്ലാക്ക്, പിന്നെ ഒരു ട്രഡീഷണൽ കോട്ടൺ ഇങ്ങനത്തെ കുർത്ത. ഞാൻ ഓണത്തിന് ഇട്ടായിരുന്നു, അതേ സെയിം കുർത്തയാണ്. പിന്നെ ഒരു സ്കാർഫ്, മീൻസ് ഈ സ്കാർഫ് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും പോവും, അങ്ങനത്തെ സ്കാർഫാണ്. പിന്നെ ഉള്ളത് ടീഷർട്ട്സാണ്. പ്ലെയിൻ ബ്ലാക്ക് സ്ലീവ്ലെസ് ടീഷർട്ട്, അതുപോലെ തന്നെ വൈറ്റ് ഒരു പ്ലെയിനിലുള്ള ഒരു ചെറിയ ഡിസൈനുള്ള ടീഷർട്ട്, പിന്നെ ഒരു ബ്ലാക്ക് ഒരു സ്പോർട്ടി പൂമേൻ്റെ ടീഷർട്ട്, പിന്നെ ഇതുപോലെ തന്നെ ബ്ലാക്ക് ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ഇത്, പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഗ്രേയും പിന്നെ വൈറ്റ് അങ്ങനത്തെ ടീസ് കുറച്ച് ഒരു 6 ടീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ബേസിക് ടീസ്. പിന്നെ ഇതൊരു ടോപ്പാട്ടോ, അങ്ങനത്തെ ഒരു ബ്ലാക്ക് കാഷ്വൽ ടോപ്പത്. പിന്നെ ഞാൻ 2 ഷ്രഗ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ഷ്രഗും പിന്നെ ഒരു ഇത് എന്താ പറയുക കാഷ്വലായിട്ട് ലൈറ്റ് വെയിറ്റ് അധികം ചൂടെടുക്കാത്ത തരത്തിലുള്ള ഷ്രഗ്സ്. പിന്നെ ഇത് മൊത്തം എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സാണ്. പിന്നെ ഇതൊരു ബ്ലൗസാണ്, കാരണം ആ നാട്ടിൽ പോകുമ്പോൾ സാരി ഉടുക്കുന്നത് വെച്ചാൽ ഒരു ബ്ലൗസ് എന്തായാലും വേണം. അപ്പോൾ ഇതൊരു ബ്ലാക്ക് വെൽവെറ്റ് ബ്ലൗസാണ്. പിന്നെ ഇത് ഞാൻ ബ്ലൗസ് അടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു നെറ്റിന് ഞാൻ മുന്നേ വാങ്ങിച്ചതിൻ്റെ എക്സ്ട്രാ ക്ലോത്താണ്. പക്ഷേ ഇതിൽ ബ്ലൗസ് അടിച്ചാൽ നന്നായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബ്ലൗസ് അടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഇത് എനിക്ക് എൻ്റെ ചന്ദ്രയുടെ കസിൻ്റെ വൈഫ് സ്റ്റിച്ച് ചെയ്ത് തന്ന ബ്ലൗസാട്ടോ. ഇതുവരെ ഞാനിത് 2 കൊല്ലം മുന്നേ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നത് ഇതുവരെ ഉടുത്തിട്ടില്ല. അപ്പോൾ അത് പിന്നെ അതിൻ്റെ സാരി ഇപ്രാവശ്യം പോകുമ്പോൾ ഉടുക്കണം, അതാണ്. പിന്നെ ഇത് 2 സാരീസാണ്. ഇതെൻ്റെ കാഞ്ചീപുരം സാരിയാണ്. എന്തായാലും ഞാൻ വീഡിയോ ഇടും. കാഞ്ചീപുരം സാരിയും അതിൻ്റെ ബ്ലൗസുമാണിത്. പിന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു സാരിയും ബ്ലൗസും ഇവിടുന്ന് ഞാൻ വാങ്ങിച്ചൊരു സാരി ബ്ലൗസൊക്കെയാണ് ഇതിലുള്ളത്. ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കമ്മിങ് വീഡിയോസിൽ എന്തായാലും ഇന്ത്യൻ വീഡിയോസിൽ ഇത് വരും. പിന്നെ ഇത് ഞാനൊരു ഫ്ലീ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചൊരു കോഡ് സെറ്റാണ്, ഒരു ടോപ്പും ഒരു പാൻറ്റും അത്. പിന്നെ നമ്മൾ ഇപ്രാവശ്യം പോകുമ്പോൾ തണുപ്പ് സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തണുപ്പിൻ്റെ ക്യാപ്പ്, ഷോള്,
പിന്നെ ജസ്റ്റ് ഒരു കാഷ്വൽ ട്രൗസർ, മീൻസ് ജിമ്മിലൊക്കെ പോകണമെങ്കിൽ ഇടാനും. പിന്നെ എന്തിട്ടാണ് ജിമ്മിൻ്റെയും സ്വിമ്മിങ്ങിൻ്റെയും ക്ലോത്ത്സാണ് ഇത് മുഴുവൻ. പിന്നെ അതെൻ്റെ തണുപ്പിൻ്റെ തന്നെ വീട്ടിലിടുന്നൊരു സ്വെറ്റർ, പിന്നെ ഒരു ക്യാപ്പ്, സൺഗ്ലാസ്, അണ്ടർ ഗാർമെൻറ്റ്സ്. ഇത് പിന്നെ അഞ്ചനം. പിന്നെ ഇത് നിങ്ങളോട് പറയണ്ടല്ലോ, ഇത് 2 അണ്ണന്മാരുണ്ട്. ദാറ്റ്സ് ഫോർ സംബഡി ആണെന്ന് വിചാരിച്ചോ, നമ്മളോട് കൊണ്ടുവരാൻ പറഞ്ഞതാണ്. ശരി, അപ്പോൾ ഇത്രയാണ് സാധനങ്ങൾ. എനിക്കിനി ഇത് ഈ പെട്ടിയിലാക്കട്ടെ ഞാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ പെട്ടിയിലാക്കണം. ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പാക്ക് ചെയ്യാനുള്ളത് മേ ബി ട്രാവൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ മേക്കപ്പ് സാധനങ്ങളും പിന്നെ ഒരു ഹെയർ ഡ്രയറോ സ്ട്രെയിറ്റ്നറോ അങ്ങനെ എന്തെങ്കിലും എടുക്കണം. പിന്നെ എൻ്റെ ചെരുപ്പും. ഇത്രയാണ് എനിക്ക് പാക്ക് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ വേഗം ഇതിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇന്ത്യയിലേക്കുള്ള ഒരുവിധം പാക്കിംഗ് ഒക്കെ തീരും. യൂഷ്വലി നമ്മളുടെ ഇങ്ങനെ കുപ്പി എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ നമ്മളത് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് കൊണ്ടുപോവാം. അങ്ങനെ റാപ്പ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കാലോ, മിഡില് വയ്ക്കാം. പക്ഷെ ഞാൻ എൻ്റെ 2 പാൻറ്റുകളുടെ ഉള്ളിൽ ഇത് റാപ്പ് ചെയ്തിട്ട് വയ്ക്കാം. അതെ, പിന്നെ ഒരു ക്യാപ്പ്, പിന്നെ ഒരു സൺഗ്ലാസ്. ചിലപ്പോൾ ഞാൻ ഒരെണ്ണം കൂട്ടി എടുക്കും. ഇത്രയിടാൻ ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ പെട്ടി പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലും സ്ഥലമുണ്ട്. അപ്പോൾ അതോടുകൂടി എൻ്റെ പാക്കിങ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എൻ്റെ പാക്കിങ് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഡ്രോ ഒതുക്കി കഴിഞ്ഞു. അയ്യോ, ഇതൊരു എന്താ പറയുക, ഫുള്ള് ഒതുക്കലായിരുന്നു കേട്ടോ ഈ ഒരു 2 ആഴ്ചയായിട്ട്. വിൻ്ററിൻ്റെ ക്ലോത്ത്സ് മാറ്റുന്ന ഒതുക്കൽ, പിന്നെ എൻ്റെ ഡ്രോൻ്റെ ഒതുക്കൽ, പിന്നെ കുറേ നമ്മൾ ഡൊണേറ്റ് ചെയ്തു. നമ്മളിവിടെ ചെക്കേഴ്സിൽ നമുക്ക് കൊടുക്കാം. ചെക്കേഴ്സ് പറഞ്ഞ ഷോപ്പുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ യൂസ് ചെയ്യാത്ത ക്ലോത്ത്സ് ഒക്കെ കൊണ്ടു കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ പോയിട്ട് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ കുറേയൊക്കെ നമ്മൾ എന്താ പറയുക എടുത്ത് മാറ്റി വെച്ചു, സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു. അപ്പോൾ അതോടുകൂടി എൻ്റെ ഒതുക്കൽ വ്ളോഗുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ഇന്ത്യ വ്ളോഗ് ഉടനെ തുടങ്ങുന്നതായിരിക്കും. ഞാൻ ഡിസംബർ പിന്നെ ജാനുവരി ഈ 2 മാസത്തിൽ ഉണ്ടാവും. ഒരു ജാനുവരി ഉണ്ടാകുമ്പോഴേക്കും ഞാൻ പോകട്ടെ. അപ്പോൾ നാട്ടിലുണ്ടാവും. പക്ഷേ നാട്ടിൽ തന്നെ ഒരുപാട്, ഇപ്പം ഞാൻ ആന്ധ്രയിൽ പോകണം എനിക്ക്. അവിടെയാണ് ചന്ദ്രപ്പയുടെ വീട്. പിന്നെ ബാംഗ്ലൂരാണ് എൻ്റെ അനിയത്തി താമസിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ബാംഗ്ലൂർ ഞാൻ വന്നിരിക്കും. പിന്നെന്താ ഇപ്രാവശ്യം ഒരു നോർത്ത് സൈഡും കൂടി നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല ട്രിപ്സ് ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം ഇന്ത്യ ട്രിപ്പിലായിട്ട്. അപ്പോൾ ഐ കാൺ വെയിറ്റ് ഫോർ ഇറ്റ്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എനിക്ക് മൊത്തത്തിൽ വയ്യാണ്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്കിപ്പോൾ ജോലി തുടങ്ങുന്നുണ്ട്. കാലത്ത് തന്നെ ഞാൻ എൻ്റെ ഈ പാക്കിംഗ് ഒക്കെ അങ്ങ് തീർത്തു. സോ അടുത്ത വീഡിയോയിൽ കാണാം. വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇന്ത്യ വ്ളോഗുകൾ ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ദിസ് ഈസ് യുവർ ഐശ്വര്യ. ബൈ ബൈ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്രേസി ടാ. ബൈ ബൈ.